തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 9-11 തീയതികളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുക. 2 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രചരണത്തിൽ ഊന്നൽ കൊടുത്തത്. ഒന്ന്, ഇതുവരെ കേരളം ഭരിച്ച ഇടതുമുന്നണി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി ഈ ഭരണത്തെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ഒരവസരമാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇന്ന് സർക്കാരിനെതിരായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗം കൂടിയെടുത്ത തീരുമാനമാണ്. അതിന്റെ 2ാം ഭാഗം UDF ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തു മാറ്റങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഒരു മാനിഫെസ്റ്റോ. അത് 24-ാം തീയതി കൊച്ചിയിൽ അത് പ്രകാശനം ചെയ്യും. ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരായും സർക്കാരിന്റെ ചെയ്തികൾക്കുമെതിരായിട്ടുള്ള കുറ്റപത്രവും, 2ാമത്തെ ഭാഗത്ത് അതിനെ മറികടന്നുകൊണ്ട് വളരെ പോസിറ്റീവായി, വളരെ അടിസ്ഥാനപരമായ മാറ്റം, അധികാര വികേന്ദ്രീകരണത്തിന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനിഫെസ്റ്റോയും വരും. ഇവിടെ കുറ്റപത്രം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ LDFന്റെ കാലത്താണ് ചില വികാസം നടന്നത്, UDFന്റെ കാലം വന്നപ്പോൾ അത് അധോഗതിയിലേക്ക് പോയെന്നാണ്. LDF ഭരണകാലത്ത് വികാസം ഉണ്ടാകുന്നത് CPMകാരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ്, അല്ലാതെ ഒരു വികാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു. ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു. ശബരിമലയിലെ ശ്രീകോവിലിന്റെ, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവുമാണ് കൊള്ളയടിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റു. എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി സ്വർണം പൂശിക്കൊണ്ടുവന്ന് വെച്ചു. ഇത് 2019 നടന്നതാണ്. പിന്നീട് അധികാരത്തിൽ വന്ന ആളുകൾ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊള്ള നടന്നത്. അവരൊക്കെ പ്രതികളാവുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും പുറത്തറിഞ്ഞില്ല, കോടതി ഇടപെട്ടപ്പോഴാണ്. എന്നിട്ട് വീണ്ടും ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പൊ മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് പോവാൻ ശ്രമിച്ചു. അവരും ഗുരുതരമായ തെറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച് തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 3 പേർ അഴികൾക്കുള്ളിലാവും. ശരിക്ക് കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കകത്താണ്. കാരണം അവരുടെ കൂടി അനുവാദത്തോടുകൂടിയ അറിവോടുകൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും 2ാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയത്. അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട അയ്യപ്പ ഭക്തി കാണിച്ച ഗവൺമെന്റിന് തുടരെയാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ്? ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ്. അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. വലിയ അപകടം. പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള, പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം 4 ദിവസങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നാണ്. അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നു. എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്, അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃശ്ചിക 1-ാം തീയതി, 17-ാം തീയതിയാണ്. ശബരിമലയിലെ സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണോ? UDF ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല. അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവർ ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി. അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടെ
വലിയ ക്യൂ ആണ്. 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം, ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. കുടിവെള്ളം, കുടിക്കാൻ കുടിവെള്ളമില്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, മലിനമായ പമ്പ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സീസൺ തുടങ്ങുന്നതിന്റെ തലയാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര പേരാണ്, എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയത്? പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി തിരിച്ചുപോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൌരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല. വലിയ കടം, ഇപ്പൊ തന്നെ 4.5 ലക്ഷം കോടിയിലധികമായി കടം. അതുകൂടാതെ 20,000 കോടി രൂപ കിഫ്ബിയുടെ കടം, 13,000 കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം, അത് 33,000 കോടിയായി. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ്. ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് രജിസ്ട്രാർമാരെ പറഞ്ഞുവിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടമെടുക്കുകയാണ്. 2,000 കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. 1 ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട്. നമുക്കറിയാം, ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല. ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല. ജലജീവൻ മിഷൻ തകർന്നു. കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. പണം ഇല്ലാത്ത അവസ്ഥയിൽ വരികയാണ്. എന്നിട്ട് C&AG റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ? കടമെടുത്തിരിക്കുന്ന പണത്തിലെ 5% മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. വരാൻ പോകുന്ന ഗവൺമെന്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെക്കുറിച്ചാണ് C&AG റിപ്പോർട്ട് നൽകുന്ന സൂചന. അപകടകരമായ സൈറനാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മുഴങ്ങുന്നത്. അപകടകരമായ രീതിയിലേക്ക്. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ട്. ഇപ്പോ എല്ലായിടത്തും ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 മാസമായി. സ്റ്റാറ്റിസ്റ്റിക്സ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,200 കോടി രൂപയാണ്. 100 കോടിയാണ് ഇപ്പൊ കൊടുത്തത്. 2,200 കോടി. വിതരണക്കാർക്ക് പണം കൊടുക്കാനില്ല. വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. 150 മുതൽ 200% വരെ വിലക്കയറ്റം ഉണ്ടായി. 400% വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം. അല്ലാത്ത സാധനങ്ങൾക്ക് പച്ചക്കറി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ, എസൻഷ്യൽ കൊമോഡിറ്റീസ് എല്ലാം 150 മുതൽ 200% വരെ രൂക്ഷമായ വില വർധനവുണ്ടായി. ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തണ്ടേ? മാർക്കറ്റിൽ സ്വാഭാവികമായ വിലക്കയറ്റവും കൃത്രിമമായ വിലക്കയറ്റവും ഉണ്ട്. രണ്ടിലും ഗവൺമെന്റ് ഇടപെടുന്നില്ല. മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല. നിങ്ങൾക്കറിയാം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലെ അഭിമാനകരമായിരുന്ന 2 മേഖലകൾ. അത് രണ്ടും തകർത്ത് തരിപ്പണമാക്കി. ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി. മന്ത്രി തന്നെ പറഞ്ഞു, സിസ്റ്റം മുഴുവൻ പോയി. സിസ്റ്റം മുഴുവൻ പോയി. മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും കത്രികയും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഞ്ഞിയും കൂടി വെച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞു. പഞ്ഞിയും കൂടി ഇല്ല. പഞ്ഞി കൂടി ഇല്ലാത്ത രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ മാറ്റി. ഇവർ സർജിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ ഭീഷണിപ്പെടുത്തുകയാണ് ഗവൺമെന്റ്. ഞങ്ങൾ ഇപ്പൊ എടുത്തോണ്ടു, കാരണം കാശ് കൊടുത്തിട്ടില്ല. പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ് കേരളത്തിൽ. പൊതുജന ആരോഗ്യം തകരാറിലായി.
അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ലോകത്തെല്ലാം ഉള്ള പകർച്ചവ്യാധികൾ കേരളത്തിലുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞു, കോവിഡിന് ശേഷം കേരളത്തിന്റെ മരണനിരക്ക് വർദ്ധിക്കുന്നു. സ്ട്രോക്ക്, കാർഡിയാക് അറസ്റ്റ്, ലങ്സ് ഡിസീസ്, സോഡിയം കുറയുന്നത്, കൂടുതൽ എണ്ണം ആളുകൾ മരിക്കുന്നു. ഒരു പരിശോധനയും ഒരു സർവേയും ഒരു പഠനവും നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇതിനേക്കാൾ ഇനി മോശമാക്കാനില്ല ആരോഗ്യരംഗം. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പോവുകയാണ്, ലക്ഷക്കണക്കിന് കുട്ടികൾ പോവുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. അനാഥത്വമാണ് സർവകലാശാലകളിലും കോളേജുകളിലും. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അത് പരിഹാരമുണ്ടാക്കാൻ, പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. കാർഷിക മേഖല അറിയാം അല്ലേ? കർഷകർ പാടത്ത് പണിയെടുത്ത് കൊയ്തു കൂട്ടുന്ന നെല്ല് മഴയെടുത്ത് പോവുകയാണ്. നെല്ല് സംഭരിക്കുന്നില്ല. നെല്ല് സംഭരിച്ചതിന് കാശ് കൊടുക്കാനുണ്ട്. നെല്ല് സംഭരിക്കുന്നില്ല. നാളികേര സംഭരണം നടക്കുന്നില്ല. റബ്ബറിന്റെ തകർച്ചയാണ്, റബ്ബർ കൃഷിയുടെ തകർച്ചയാണ്. പ്ലാന്റേഷനുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ്. ഇത്രമാത്രം തകർച്ച കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഏത് കാലത്ത് കാർഷിക മേഖലയിൽ ഇത്രയും തകർച്ച ഉണ്ടായിട്ടുണ്ട്? കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുകയാണ്. 10,000-കണക്കിന് ആളുകൾ. അടുത്ത തലമുറ പോലും കൃഷിയിലേക്ക് വരുന്നില്ല. തരിശായി കിടക്കുകയാണ്. റബ്ബർ എസ്റ്റേറ്റുകൾ കൂടി പോകുമ്പോൾ മൂടിക്കിടക്കുകയാണ്. കാട് കയറി കിടക്കുകയാണ് റബ്ബർ കൃഷി ഇടങ്ങൾ, സ്ഥലങ്ങൾ. അത്രമാത്രം ദുരിതപൂർണമായി. തീരപ്രദേശത്ത് വറുതിയാണ്, പട്ടിണിയാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഇരകളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനമില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 40 രൂപയെ മണ്ണെണ്ണയ്ക്ക്, 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പോ 140 രൂപയായി ഓപ്പൺ മാർക്കറ്റിൽ മണ്ണെണ്ണയ്ക്ക്. പണ്ട് കൊടുത്തിരുന്ന 25 രൂപയെന്ന് 1 രൂപ കൂട്ടിയില്ലാന്ന് മാത്രമല്ല, പണ്ട് കൊടുത്തിരുന്ന 25 രൂപ സബ്സിഡി പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. മത്സ്യലഭ്യത കുറഞ്ഞു. വട്ടിപ്പലിശക്കാരനെ നിന്ന് പണം മേടിച്ച് കടലിൽ പോയി തിരിച്ചു വരുമ്പോ മത്സ്യമില്ല, പണം കൊടുക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാരൻ കാത്തു നിൽക്കുന്ന സ്ഥിതിയാണ്. ഭവന നിർമ്മാണ മത്സ്യത്തൊഴിലാളികളുടെ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ തകർന്നു. അതിനു മുമ്പ് 5 വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത വീടുകളുടെ എണ്ണവും ഇവര് 10 വർഷം ചെയ്ത വീടുകളുടെ എണ്ണവും നിങ്ങൾ ഈ മേഖലയിൽ താരതമ്യപ്പെടുത്തി നോക്ക്. കണക്കുണ്ടല്ലോ, അസംബ്ലിയിൽ തന്ന കണക്കുണ്ടല്ലോ. അത് തകർന്നു. ആ രംഗം മുഴുവൻ തകർന്നു. കേരളം അതുപോലെ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം ഒന്നും ചെയ്യുന്നില്ല, ചെറുവിരൽ അനക്കുന്നില്ല, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എത്ര പേരാണ് മരിക്കുന്നത്? കൃഷി മുഴുവൻ തകർന്നു. ആനകേറിയും പന്നി മലത്തിയും എല്ലാം തകർന്നു. ഒരു തരത്തിലുള്ള കുത്തിമലത്തിയും എല്ലാ വന്യമൃഗങ്ങളും ആക്രമിക്കുകയാണ്. പുറത്തിറങ്ങാൻ വയ്യ കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, പ്രായമായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു മേഖല മുഴുവൻ വന്യജീവി ആക്രമണം. എന്ത് നടപടിയാണ് ഈ വനംവകുപ്പ് എടുത്തിട്ടുള്ളത്? ഒന്നും ചെയ്യാതിരിക്കുകയാണ്. കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ തലസ്ഥാനമാക്കി മാറ്റി. 2-3 ദിവസം ഒരു 10-15 ദിവസം കുറെ ബഹളമൊക്കെ കാണിച്ചു. അപ്പൊ നിർത്തി. എന്നിട്ട് ലഹരി മരുന്ന് വർദ്ധിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും 10 മിനിറ്റിനും 15 മിനിറ്റിനിടയിൽ ഏത് മെറ്റീരിയൽ ഡ്രഗ്സ് ചോദിച്ചാലും കിട്ടും. അത്ര വലിയ നെറ്റ്വർക്കായി കേരളത്തിൽ ഡ്രഗ്സിന്റെ. ഇവര് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇത്രയും കേസെടുത്തു. ഈ കേസെടുത്ത ആർക്കെതിരെയാണ്? ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെതിരെയാണ് കേസ്. അവനെ റിമാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. അവനെ കുറച്ചു നേരം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു വിടണം. അവൻ പുറത്തിറങ്ങിയിട്ട് അത്ര നേരം നിന്നതിന്റെ കൂടി പുറത്തു പോയിട്ട് വലിക്കും. ഒരു സോഴ്സും ഇതെവിടെ നിന്ന് വരുന്നു? ട്രെയിനിൽ കൂടി, റോഡിൽ കൂടി, കടലിൽ കൂടി വരുന്നു. ഒരന്വേഷണവും, ഒരു തരത്തിലുള്ള അന്വേഷണവും ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല. ഇനി ലോക്കൽ ബോഡികളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ള തത്വം നടപ്പാക്കിയതിനു ശേഷം ഇത്രമാത്രം കഴുത്ത് ഞെരിച്ചു വന്നൊരു സർക്കാർ വരണ്ടോ? ഇപ്പോഴത്തെ കണക്ക് ഞാൻ പറയാം. 2025-26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുക 8,452 കോടിയാണ്. ഇതുവരെ അനുവദിച്ചത് 2,165 കോടിയാണ്. ഈ ക്വാർട്ടർ കൂടി തീരെയാണ്, ഇലക്ഷനാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ ജനുവരിയായി, അവസാനത്തെ ക്വാർട്ടറായി. ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലല്ലോ. 25% ആകെ ചെലവാക്കിയിട്ടത്.
പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആണ്, ഒരേപോലെ പോവാണ് പ്ലാൻ. അതിന്റെ ഏറ്റവും വലിയ ഇരകൾ പട്ടികജാതി പട്ടികവർഗക്കാരാണ്. പ്ലാൻ വർദ്ധിച്ചാൽ മാത്രമേ അവരുടെ 10%ഉം 2%ഉം കൂടിയിട്ട് അവരുടെ തുക വർദ്ധിക്കും. എന്നിട്ട് പ്ലാൻ ഫണ്ടിൽ നിന്നും വ്യാപകമായ വെട്ടിക്കുറവുകളാണ്. 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചു. പ്ലാനിന്റെ സൈസ് തന്നെ വലുതാവുന്നില്ല. സാധാരണ ഓരോ ഗവൺമെന്റുകളും വരുമ്പോൾ അവർ വന്നപ്പോൾ മുതൽ 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ പ്ലാനിന്റെ സൈസ് ഒരു 30% മുതൽ 50% വരെ വർദ്ധിക്കും. ഇത് പ്ലാൻ വർദ്ധിക്കുന്നില്ല, പ്ലാൻ ഇല്ല യഥാർത്ഥത്തിൽ. എന്നിട്ട് ആ പ്ലാൻ തന്നെ വലിയ ശതമാനം തുക കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? എന്താണ് ഈ സ്റ്റേറ്റിന്റെ സ്ഥിതി? ഈ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അപകടകരമായ നിലയിൽ ഈ സംസ്ഥാനത്ത് ഇടിച്ചെത്തിരിക്കുകയാണ്. എന്നിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലോക്കൽ ബോഡിക്ക് പൈസ കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ കൊടുത്തു, രണ്ടാമത്തേത് ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു. ഡിസംബറിൽ കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറിയിൽ നിയന്ത്രണം, 5 ലക്ഷത്തിൽ കൂടുതൽ മാറാൻ പറ്റില്ല. ഈ കൊടുത്തത് വെറുതെ, കൊടുത്തത് കടലാസിലായി. 3ാം ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി. 23-ാം തീയതി കൊടുത്തു, സന്തോഷമായി. അപ്പൊ 22-ാം തീയതി ട്രഷറി അടച്ചു. അപ്പൊ 23-ാം തീയതി കിട്ടിയത് വെറുതെ 22. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണക്കുകൾ പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകരാറിലാക്കി. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് തെരുവ് പട്ടികളുടെ ശല്യം കേരളത്തിൽ ഭയങ്കരമായി വർദ്ധിച്ചു. 3.5 ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു. എന്താ ചെയ്യുന്നത് ഗവൺമെന്റ്? എത്ര പേരെ മരിക്കുന്നത്? ഇപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ മരിക്കുകയാണ്. 3.5 ലക്ഷം മലയാളികളെ പട്ടിയടിച്ചു, തെരുവ് പട്ടികൾ കടിച്ചു, പേയിളകിയ പട്ടികൾ ഉൾപ്പെടെ കടിക്കുകയാണ്. എന്താ കേരളത്തിന്റെ സ്ഥിതി? ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? ഇതൊക്കെ ഒരു വാർത്തകളൊക്കെയായി ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും വന്ന ഇത്രയും പട്ടി മലയാളിയെ കടിച്ച പട്ടികളുടെ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ വരുമോ? എന്താണ് സർക്കാർ ചെയ്തത്? ഒന്നും ചെയ്യുന്നില്ല. എല്ലാ നഗരങ്ങളിലും വെള്ളക്കെട്ടാണ്. ഒരു പദ്ധതിയില്ല, ഒരു പരിപാടിയും ഇല്ല. 9.5 വർഷമായി ഒരു പരിപാടിയില്ല. അപ്പൊ UDFന് കൃത്യമായ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. ഞങ്ങളതെല്ലാം പ്രഖ്യാപിക്കും. പക്ഷെ ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഞങ്ങൾ അവതരിപ്പിച്ച വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കുറെ കൂടി വിശദമായ ആ കുറ്റപത്രം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ വാർഡുകളിലും വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾ ഈ സർക്കാരിനെ വിചാരണ ചെയ്യുകയും ചെയ്യും. അന്തിമമായ ഒരു വിചാരണയ്ക്ക് മുൻപായി നടക്കുന്ന ഒരു വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഒമ്പതര കൊല്ലം ഒരു കാര്യവും ചെയ്യാതിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇവര് മാനിഫെസ്റ്റോയിൽ കൂടി അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കൊരു ചോദ്യമുണ്ട്, മറുചോദ്യം. ഇപ്പോഴത്തെ ചോദ്യത്തിന് 2021 മാനിഫെസ്റ്റോയിൽ LDF പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചാൽ, അവരെ ജയിപ്പിച്ചാൽ ഞങ്ങൾ 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കുന്നു. ഇപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്താണ് അതൊക്കെ കണ്ടിട്ട്. അധികാരത്തിലിരുന്ന് 4.5 വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല. എന്നിട്ടിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണതിന്റെ തലയാഴ്ച ഞങ്ങൾ 400 രൂപ കൂട്ടിയെന്ന്, 900 കൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് 400 തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച. അപ്പൊ കഴിഞ്ഞ 4.5 കൊല്ലം ഈ ജനങ്ങളെ കബളിപ്പിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? ഈ തെരുവ് നായയുടെ ശല്യം ഇനി എപ്പോഴാണ് ഇവര് കൈകാര്യം ചെയ്യാൻ പോണ? ഇത്രയും വലിയ അവസരം 10 വർഷത്തോളം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ ചെറുവിരൽ അല്ലെങ്കിൽ അവരുടെ കാലത്തല്ലേ ഇത്രയും തെരുവ് പട്ടികൾ വർദ്ധിച്ചത്? ഇല്ലേ? ഉണ്ടായിരുന്നതിന്റെ ഒരു 500-600% കണക്ക് നോക്കിയാൽ അറിയാം തെരുവ് പട്ടികൾ വർദ്ധിച്ചത്. ഒന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും. 3.5 ലക്ഷം ആളുകളെ പട്ടി കടിച്ചു എന്നുള്ള
വിവരം പുറത്തു വന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല. എന്ത് വിശ്വാസമാണ് ഇവര് പറയുന്നതിനുള്ളത്? പിന്നെ ദാരിദ്ര്യം, ശരി, യഥാർത്ഥത്തിൽ ആശ്രയ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായി, അതിവര് തകർത്തു. അതിൽ തന്നെ കണക്ക് 1.5 ലക്ഷം പേര് ഉണ്ടായിരുന്നു. അതൊരു കണക്ക് വെച്ചിട്ടാണ്, അഗതികളും മറ്റും ആയിട്ടുള്ള ആളുകളെയാണ് ആശ്രയ പദ്ധതി വെച്ചത്. അത് ഇവര് പൊളിച്ചു കൊടുത്തു, ഇല്ലേ? ഇവരെന്നിട്ട് ഇവര് തന്നെ ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്നാണ് അവർ പറഞ്ഞത്. 4 ലക്ഷം പരമദരിദ്രർ. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ദരിദ്രരിൽ അതീവ ദരിദ്രരായിട്ടുള്ള ആളുകൾ 5,95,000 പേരുണ്ടെന്ന്. പിന്നെ ഈ 64,000 പേരിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത്? നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും അതീവ ദരിദ്രരായ, അല്ലെങ്കിൽ എന്ത് വാക്കുപയോഗിച്ചു, പരമദരിദ്രരായ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, ഈ ഷീറ്റ് കെട്ടി അതിന്റെ കീഴെ താമസിക്കുന്ന, ഒരു പനി വന്നാൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര പേരുടെ കഥകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു? അപ്പൊ ഇവരുടെ ഈ അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറയുന്നതിന് എന്ത് റെലവൻസ്? എല്ലാം PR പ്രൊപ്പഗാൻഡയാണ്. PR പ്രൊപ്പഗാൻഡ, ഒരടിസ്ഥാനമില്ലാതെ വെള്ളപൂശമാണ്. PR വെച്ചിട്ട്, PR ഏജൻസികളെ വെച്ച് വെള്ളപൂശമാണ്, വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ തുറന്നു കാട്ടും, ഞങ്ങളെ കണക്കുകൾ വെച്ച് തുറന്നു കാട്ടും. അല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും വരുമല്ലോ. തെരഞ്ഞെടുപ്പ് എടുക്കും, ഏത് വികസന പ്രവർത്തനമാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതറിയണമല്ലോ. അവർ അവകാശപ്പെടുന്ന എല്ലാം ഞങ്ങളുടെ കാലത്ത് ഓപ്പൺ ചെയ്തതല്ലേ. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ. ഇവർക്കിപ്പോ നാഷണൽ ഹൈവേ എന്താ വരാൻ കാര്യം? UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട്. അതാണ് 2006 എന്റെ നാട്ടിൽ ഭൂമി എടുക്കുന്ന സമയത്ത് 1 സെന്റ് ഭൂമിക്ക് കിട്ടിയിരുന്നത് 21,000 രൂപയാണ്. 21,000 രൂപ. 10 സെന്റ് ഭൂമി എടുത്താൽ 2,10,000 രൂപ. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 1,90,000 രൂപ 10 സെന്റ് പോണ ആൾക്ക്. അന്നത്തെ കാലത്ത് അവിടെ 1 സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല ഈ പണം കിട്ടിയ. അതുകൊണ്ട് സമരമായിരുന്നു കേരളം മുഴുവൻ. UPA ഗവൺമെന്റ് ലാൻഡ് അക്വിസിഷൻ ആക്ട് കൊണ്ടുവന്നു. എന്റെ നാട്ടിൽ ഈ പറഞ്ഞ 21,000 രൂപ 1 സെന്റിന് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ കിട്ടിയ പൈസ 8 ലക്ഷം രൂപ 10 ലക്ഷം വരെയാണ്. അതുകൊണ്ടാണ് ഹൈവേ. എന്നിട്ട് ഹൈവേയുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വന്നു. ഹൈവേ കേരളം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ്. ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. നിതിൻ ഗഡ്കരിയെ കാണുമ്പോൾ കേരളത്തിലെ ഹൈവേയുടെ കാര്യം അല്ല പറയണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വേറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി, അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല കേരളത്തിൽ. എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്? ഇതിന്റെ ക്വാളിറ്റി ആരാണ് പരിശോധിക്കുന്നത്? സ്റ്റേറ്റിന് റോളും ഇല്ലേ? സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ജോയിന്റ് കമ്മിറ്റി ഉണ്ടാക്കി ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി. ഈ ഞങ്ങളൊക്കെ ഈ റോഡിലൂടെ, നമ്മളെല്ലാവരും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരല്ലേ, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം. ഏതു സമയത്തും മുകളിൽ നിന്ന് സാധനം ഇടിഞ്ഞു പോയി. ഇപ്പൊ എത്ര പേര് മരിച്ചു, എത്ര അപകടങ്ങളുണ്ടായി, അതിനുപോലെ ഇവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് കൊട്ടിഘോഷിക്കാൻ ഒരു വികസന പ്രവർത്തനം ഇല്ല. ഇവര് നവകേരള യാത്ര നടത്തിയല്ലോ, അത് നല്ല തിരിച്ചടി കൊടുത്തില്ലേ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ? അതുപോലെ തിരിച്ചടി ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കിട്ടും. നിങ്ങൾക്ക് ഏത് വാർത്ത വേണമെങ്കിലും ഉണ്ടാക്കല്ല. നിങ്ങൾ അതുപോലത്തെ ഒരുപാട് വാർത്ത ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്തു. നിയമവിരുദ്ധമായി ഒരു പെൺകുട്ടിയുടെ, 24 വയസ്സുകാരിയാണ് പെൺകുട്ടിയുടെ, വൈഷ്ണയുടെ. കോടതി പോയല്ലേ ഞങ്ങൾ, നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. എന്താ കോടതി പറഞ്ഞത്? എന്താ ഈ കോടതി പറഞ്ഞത്? എന്നിട്ട് ഈ പരാതി കൊടുത്തവന് 22 വോട്ടുണ്ട്, 28 വോട്ടുണ്ട്. അത് കണ്ടില്ല അല്ലേ? അത് കണ്ടില്ല. ആ 28 വോട്ട് കണ്ടില്ല. ഈ പരാതിയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയും കണ്ടില്ല അല്ലേ? VM മിനുവിന് കഴിഞ്ഞ ഇലക്ഷൻ അയാൾ വോട്ട് ചെയ്താണ്. കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്ത ഒരാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ പേര് നീക്കം ചെയ്യും? കോടതി പോയിട്ടുണ്ട്. എങ്ങനെ നീക്കം ചെയ്യും? അതാണ് BJPയുടെ തൊട്ടുപുറകെ. ചോദിച്ചു നന്നായി. BJPയുടെ തൊട്ടുപുറകെയാണ്, മനസ്സിലായ? പിന്നെ
ഞങ്ങളുടെ പാർട്ടിക്കൊക്കെ പണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങളുടെ മുന്നണിയിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിന്റെ 10-1 വിഷയം പോലും ഇപ്പൊ ഇല്ല. ഇപ്പൊ എവിടെ വിഷയം? ഏരിയ സെക്രട്ടറിമാരടക്കം രാജിവെച്ച് പോകുന്നൊന്ന് അറിഞ്ഞില്ലേ, കണ്ടില്ലേ നിങ്ങളാരും? തിരുവനന്തപുരം സിറ്റിയിൽ എത്ര പ്രധാനപ്പെട്ട ആളിന് രാജിവെച്ചു CPM ന്ന്? ഇങ്ങോട്ട് മാത്രം നോക്കരുത്, കോൺഗ്രസിലേക്ക് മാത്രം മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാത്രം കുഴപ്പം തോന്നുള്ളൂ. ഒന്ന് വിശാലമായിട്ടൊന്ന് നോക്ക്, അപ്പൊ എല്ലായിടത്തും നടക്കുന്ന കുഴപ്പം അറിയാൻ പറ്റും. മലപ്പുറത്ത് വ്യാപകമായിട്ട് വ്യാജ അപേക്ഷ ഫോമുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വോട്ടർമാരെ ഇതിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഗ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേയാഴ്ച ഇത് പ്രഖ്യാപിക്കുക, കയ്യിൽ പൈസയില്ല, ഇത് 2000 കോടി സഹകരണ ബാങ്കിൽ ഇത് കടമെടുക്കാൻ വേണ്ടി ഓടുക, എന്നിട്ട് സ്വന്തക്കാർക്ക് മുഴുവൻ ഇത് എഴുതി കൊടുക്കുക, തെറ്റായ രീതിയിൽ ഫോം വിതരണം നടത്തി തെറ്റായ തരത്തിൽ കൊടുത്താൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. സംശയം എന്താ? ഇപ്പോ SIR-നെ എതിർക്കുന്നു, ശരിയാണ്. എന്താ CPM ചെയ്തത് പയ്യന്നൂരിൽ? CPM എന്താ ചെയ്തത്? BLOയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. BLA-മാരെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണമെന്ന കോൺഗ്രസിന്റെ BLA കൂട്ടി വന്ന നിന്റെ കഥ കഴിക്കുന്നു പറഞ്ഞു. അതിന് ഭീഷണിപ്പെടുത്തി. അല്ല, ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? അപ്പൊ ഈ BJPയും CPM-ഉം ചെയ്യുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? സത്യസന്ധവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടർ പട്ടിക വികലമാക്കാൻ BJP ഒരു സ്ഥലത്ത് ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ CPM അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഭീഷണിപ്പെടുത്തുകയാണ് BLO-മാരെ. NGO യൂണിയനിലെ സമ്മേളനം കൂടിയിട്ട് NGO യൂണിയനിലെ അംഗമായ BLO-മാരോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുകാരുടെ UDF-കാരുടെ ആരെയും ഈ ഫോം മേടിച്ചു കൊടുക്കണ്ടെന്നാണ്. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയം കളിച്ച ഒറ്റ ഒരാളെ ഈ കേരളത്തിൽ നിയമപരമായി ഞങ്ങൾ പുറകെ ഉണ്ടാവും. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുക്കും. രാഷ്ട്രീയം ഏതെങ്കിലും BLO-മാരെ ഈ SIR-മായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കളിച്ചാൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പ്രസിഡന്റ് പറയും. ഒറ്റ BLO-യെ ഞങ്ങൾ വെറുതെ വിടില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. പണി പോവും. ഞങ്ങൾ പറഞ്ഞേക്കാം, വേണ്ടാത്തത് കാണിച്ചാൽ. ഭീഷണിയാണെങ്കിൽ ഭീഷണിയായിട്ട് എടുത്തോ, ഒരു വിരോധവും ഇല്ല. വേണ്ടാത്തത് ചെയ്താൽ എന്നാ പറഞ്ഞത്. മര്യാദയ്ക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല, കൈ കൊടുത്തേക്കാം. വേണ്ടാത്തത് ചെയ്താൽ SIR-ന്റെ മറവിൽ രാഷ്ട്രീയം BLO-മാർ ചെയ്താൽ പുറകെ ഉണ്ടാവും ഞങ്ങൾ പരാതിയായിട്ട്. തുരങ്കപാതയെ അങ്ങ് എതിർത്തു, ദേശീയപാതയെ അങ്ങ് എതിർത്തു, തീരദേശപാതയെ അങ്ങ് എതിർത്തു, K4-നെ അങ്ങ് എതിർത്തു, ലോകകേരള സഭയെ അങ്ങ് എതിർത്തു. മുഴുവൻ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പോസിറ്റീവായി ഒരു കാര്യത്തെയും അഭിനന്ദിക്കാതെ എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്ന സംഘടിത രാഷ്ട്രീയമാണ് പ്രതിപക്ഷ നേതാവ്. അല്ല, ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞതല്ല, ദേശീയപാതയെ ആരാ എതിർത്ത്? പ്രതിപക്ഷ എതിർത്ത്. ഞങ്ങൾ എല്ലായിടത്തും സഹകരിക്കുക. ദേശീയപാത വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണം ദേശീയപാത നിർമ്മാണത്തിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. അത് കേട്ടില്ല, അതാ കുഴപ്പം. അത് ഈ കൈരളിയിലും ദേശാഭിമാനിലും വാർത്ത വന്നില്ല, ബാക്കി എല്ലാത്തിലും വന്നു. തീരദേശപാത അതിന്റെ ഞങ്ങൾ എല്ലായിടത്തും വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരും. ഇനിയത്തെ കാലമാണ്. തുരങ്കപാത ഉൾപ്പെടെ പറഞ്ഞത് എൻവയൺമെന്റൽ ഇമ്പാക്ട് പഠിക്കണം എന്നാ പറഞ്ഞത്. എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി ഇല്ലാതെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. വയനാട് വലിയൊരു ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പോയി ഉദ്ഘാടനം ചെയ്തപ്പോ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നോ? കേരളം പോലുള്ള സെൻസിറ്റീവായ ഒരു സ്ഥലത്ത്, ഒരു വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, പശ്ചിമഘട്ട മലനിരകൾ ഉള്ള സ്ഥലത്ത് ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണ്ടേ? നിയമപരമായ കാര്യം അത് ചെയ്യണമെന്ന് പറഞ്ഞു. തീരദേശപാത തീരെ ശോഷണം നടക്കുകയാണ് പല സ്ഥലത്തും. വലിയ പ്രശ്നങ്ങളാണ് തീരപ്രദേശത്തെ ജനങ്ങളുടെ. അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം, ഓരോ സ്ഥലവും പരിശോധിച്ചിട്ട് വേണം. ചില സ്ഥലത്ത് ഇപ്പൊ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് തീരദേശപാത. ഞങ്ങൾ സ്റ്റഡി നടത്തിയതാണ്. ഞങ്ങൾ കേരളിന്റെ സ്റ്റഡി നടത്തിയിട്ടാണ്, ഞങ്ങൾ എക്സ്പേർട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ചെയ്യാൻ പോയത്? 300 അടി പൊക്കത്തിൽ അല്ലേ എംബാങ്ക്മെന്റ് കേരളത്തിലെ 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ, 300 കിലോമീറ്റർ 30 അടി പൊക്കത്തിൽ എംബാങ്ക്മെന്റ്, പിന്നെ 10 അടി പൊക്കത്തിൽ 2 സൈഡിലും മതില്. ഇപ്പൊ മഴ പെയ്തിരുന്നപ്പോ കാണായിരുന്നു, മറ്റേ വേനൽക്കാലത്ത് ട്രെയിനും മറ്റേ വർഷകാലത്ത് ബോട്ട് ഓടിക്കായിരുന്നു റെയിൽവേ ലൈനിൽ കൂടി. ആ കേരളത്തിന്റെ ഒരു
ഇന്നത്തെ കാലത്ത് എന്ത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും എൻവയോൺമെന്റ് ഇമ്പാക്ട്, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതൊരു പ്രധാന ഘടകമായി ചെയ്യണം. അല്ലാതെ ഞങ്ങൾ ഏത് പദ്ധതി എതിർത്തിരിക്കുന്നത്? ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ ആളല്ലേ പിണറായി വിജയൻ. എന്തൊരു സപ്പോർട്ടായിരുന്നത് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്. കടൽ കൊള്ള ആ ദേശാമാനിയുണ്ട് അവിടെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഖ്യാപനം വന്ന ദിവസം ദേശാമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നത് കടൽ കൊള്ള എന്നാണ്. എന്തൊരു പിന്തുണയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്, പിണറായി സർക്കാരിന്റെ ഗണം. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് പുള്ളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ല. എല്ലാം ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ തടസ്സം നിന്നേക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. K4 2019 ആവുമ്പോ 20 ലക്ഷം പേർക്ക് സൗജന്യ ഇത് കൊടുക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. എത്ര പേർക്ക് കൊടുത്ത്? 1 ലക്ഷം ആയില്ലല്ലോ, 50,000 ആയില്ലല്ലോ. ഇത് 25ആയി. കാലാവധി കഴിഞ്ഞ 6 കൊല്ലം കൂടി തട്ടിപ്പ് നടത്തിയത്. അതിലെ കൊടുത്ത കരാറുകാർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുള്ള ആൾക്ക് കരാർ കൊടുത്തു. സംശയത ഈ ക്യാമറ വെച്ചത് അല്ലല്ല. ഞങ്ങൾ ആരോപണം അല്ല. അതിനെന്താ കോടതി എന്താ പറയുക? അല്ലല്ല ഒരു കനത്ത പ്രകാരമില്ല. കോടതി പറഞ്ഞെന്താ? അല്ലല്ല ഏത് അല്ല, 2 കേസുകൾ ഞങ്ങൾ കൊടുത്ത് അതിൽ കോടതി പറഞ്ഞത് ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല, ഇത് നടത്തി കഴിഞ്ഞു, ഈ സമയത്ത് ഇടപെടാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ സമയത്ത് ഇനി ഇടപെടാൻ പറ്റില്ല അതിലില്ല. കോടതി തടഞ്ഞു വെച്ചല്ലോ, പൈസ കൊടുത്തത് തടഞ്ഞു വെച്ചായിരുന്നല്ലോ. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് മനസ്സിലാക്കി പണം കൊടുക്കുന്ന തടഞ്ഞു വെച്ചല്ലോ ക്യാമറ കേസിൽ ഇല്ലേ. ഈ സമയത്ത് ഇനി ഇടപെട്ടിട്ട് എന്താ കാര്യം? കാരണം നടപ്പാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അന്വേഷിക്കേണ്ട വേറെ ഏജൻസിയാണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 2026 ഞങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ അകത്ത് അഴിമതി നടത്തിയ ആളുകളെ ജയിലിലാക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും അവര് പലതും പറയും. ഞങ്ങൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇത് കേരളമല്ലേ, എല്ലാ കാര്യവും ചർച്ചയാവും. തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. എല്ലായിടത്തും എല്ലാവരും സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമാണോ LDF സംസാരിക്കാൻ പോണ എല്ലാ മീറ്റിംഗിലും? ആണല്ലോ, ഒരുപാട് കാര്യം പറയില്ലേ. എല്ലാ കാര്യവും ചർച്ച ചെയ്യും. സർക്കാരിനെ കുറിച്ചും ഇതൊക്കെ ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ചോദിക്കണല്ല. പാലക്കാടും ചോദിച്ചാണ്, നിലമ്പൂരും ചോദിച്ചാണ്. അല്ലല്ല, നിലമ്പൂര് ചോദിച്ചാണ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് MP ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില്. സർക്കാരിനെ അപ്പൊ വിലയിരുത്തിയില്ലേ നിലമ്പൂരിലെ ആളുകൾ? 3000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000-ലധികം വോട്ടിന് ജയിച്ചു. ഞങ്ങളൊന്നും ഇതൊക്കെ ഈ ക്ലീഷേ വന്ന ഈ വാചകങ്ങളാണ്. ക്ലീഷേ വന്ന കേരള രാഷ്ട്രീയം കേട്ടും അടുത്ത വാക്കുകളാണ്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ള. MP ഗോവിന്ദൻ നിലമ്പൂർ അവതരെടുപ്പിൽ അവിടെ വന്ന് പ്രസംഗിച്ചത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ വിലയിരുത്തലാകും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞില്ല. എത്ര വോട്ടിനാ തോറ്റത്? ഓരോ സ്ഥലത്ത് എത്ര വോട്ടിനാ തോറ്റത്? പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ഇറങ്ങാറുണ്ട് ഇലക്ഷനിൽ. ഇങ്ങനെ ഇറങ്ങണേണ്ട എത്ര പ്രത്യേകത? ഇദ്ദേഹം ഇറങ്ങണേണ്ട എത്ര വാർത്ത? ഏത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ക്ലിഫ് ഹൌസിന്റെ അകത്ത് കയറി വാതിലടച്ചിരുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ? എന്തൊരു ചോദ്യം! അതൊക്കെ ഞങ്ങൾ അത് കൊടുത്തോ വാർത്ത? അതിൽ എന്തെങ്കിലും കൊടുക്കണ്ട. ഇത്ര നേരം ഇരുന്നിട്ട് അത് കൊടുത്തോ? ഈ വയനാട് ചൂരൽമല ദുരന്തത്തിൽ 100 വീടുകൾ നിങ്ങൾ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് നിങ്ങൾ സ്വന്തമായി കോൺഗ്രസ് വീട് PC ഞങ്ങളവിടെ 4 സ്ഥലങ്ങൾ പരിശോധിക്കുക. ഈ ദുരന്തം ഉണ്ടായിട്ട് 1 കൊല്ലം പിടിച്ചല്ലോ ഈ സർക്കാർ ഭൂമി കണ്ടെത്താൻ. ഇല്ലേ, സർക്കാർ ഭൂമി കണ്ടെത്താൻ എത്ര നാൾ പിടിച്ചു? 1 കൊല്ലം പിടിച്ചു. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി തന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി 1 കൊല്ലം വെയിറ്റ് ചെയ്തു. എല്ലാ യോഗങ്ങളിലും പങ്കെടുത്താൽ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ഞങ്ങൾ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തു. 1 കൊല്ലമായി കഴിഞ്ഞപ്പോഴാണ് ആകാറായപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്.
അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭൂമി തന്നാൽ ഞങ്ങൾ ഇതിൽ 100 വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഞാൻ പറയുന്ന കേൾക്കില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. 100 ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങളുടെ പാർട്ടി ഞാനടക്കം ഞങ്ങളുടെ KPC പ്രസിഡന്റ് അടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ 100 വീട് ഞങ്ങൾ പണിത് തരാന്ന് പറഞ്ഞു. അവിടെ പണിത് തരാന്ന് പറഞ്ഞു. സ്ഥലം തന്നില്ല, ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല. ഞങ്ങളുടെ കർണാടക ഗവൺമെന്റ് കൊടുത്തുവല്ലോ, പണം കൊടുത്തല്ലോ. 100 വീട് വെക്കാനുള്ള പണം കർണാടക ഗവൺമെന്റ് കൊടുത്തു. ഞങ്ങൾ 100 വീട് വെക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയ ഗവൺമെന്റിന് കിട്ടാത്ത സ്ഥലം 3 സ്ഥലം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വയനാട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലീഗ് അവർക്ക് സ്ഥലം കിട്ടി. കാരണം അവർ ആദ്യം മുതൽ തന്നെത്താനുള്ള സ്ഥലം അന്വേഷിച്ചു പോയി. ഞങ്ങൾ സർക്കാരിന്റെ സ്ഥലം കിട്ടുമെന്ന് 8 മാസം കാത്തിരുന്നിട്ട് അവർക്ക് സ്ഥലം കിട്ടി. അവരിപ്പോ അവിടെ നിർമ്മാണ പ്രവർത്തനം ലീഗ് ആരംഭിച്ചു. നിങ്ങൾ ആലോചിച്ചോളാം. 100 വീട് ലീഗ്, 100 വീട് കോൺഗ്രസ്, 100 വീട് കർണാടക ഗവൺമെന്റ്. ആകെ അവിടെ 450 വീടേ പണിയുന്നുള്ളൂ. 742 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ഇതിന്റെ പൈസ കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. ഈ പാവപ്പെട്ടവൻ താമസിക്കുന്ന വീട് വാടക കൊടുക്കുന്നില്ല. വീട് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? വാ.